നിശ്ശബ്ദ പ്രണയം. കൊച്ചിയിലെ ഒരു ചെറിയ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയായിരുന്നു അർജുൻ. വളരെ ശാന്തനായ, അധികം സംസാരിക്കാത്ത ഒരാൾ. എന്നാൽ അവന്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് അവന്റെ ജീവിതത്തിലേക്ക് വന്നത് നന്ദന. നന്ദന കോളേജിലെ ഏറ്റവും സന്തോഷത്തോടെ നടക്കുന്ന പെൺകുട്ടികളിൽ ഒരാളായിരുന്നു. അവൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. അവളുടെ ചിരി കണ്ടാൽ പോലും ഒരാളുടെ മനസ്സിലെ വിഷമങ്ങളെല്ലാം മറന്നുപോകും. അർജുൻ അവളെ ആദ്യമായി കണ്ട ദിവസം തന്നെ അവന്റെ ഹൃദയത്തിൽ ഒരു ചെറിയ മാറ്റം സംഭവിച്ചു. അവൻ അവളോട് അധികം സംസാരിച്ചില്ല, പക്ഷെ ദിവസവും അവളെ ദൂരത്തുനിന്ന് നോക്കുന്നത് അവന്റെ പതിവായി. ലൈബ്രറിയിൽ അവൾ ഇരിക്കുന്ന മേശയ്ക്കടുത്തിരിക്കുക, കോളേജിനെ ക്യാന്റീനിൽ അവൾ എത്തുന്ന സമയത്ത് ചായ കുടിക്കാൻ പോകുക, ഇവയൊക്കെ അവന്റെ ചെറിയ സന്തോഷങ്ങളായിരുന്നു. ഒരു ദിവസം നന്ദന ലൈബ്രറിയിൽ ഒരു പുസ്തകം തേടിക്കൊണ്ടിരുന്നു. അവൾക്കത് കിട്ടിയില്ല. അർജുൻ അത് കണ്ടു. അടുത്ത ദിവസം അവൾ അന്വേഷിച്ച അതേ പുസ്തകം അർജുൻ കണ്ടെത്തി അവളുടെ മേശപ്പുറത്തു വെച്ചു. പുസ്തകത്തിനുള്ളിൽ ഒരു ചെറിയ കുറിപ്പുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ നമ്മളെ തന്നെ കണ്ടെത്തും. നന്ദന ആ കുറിപ്പ് വായിച്ച് ചുറ്റും നോക്കി. പക്ഷേ ആരാണ് വെച്ചത് എന്ന് അവൾക്കറിയില്ലായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അർജുൻ അവളുടെ ജീവിതത്തിൽ ഒരു നിശ്ശബ്ദ സാന്നിധ്യമായി തന്നെ തുടർന്നു. ഒരു ദിവസം കോളേജിന്റെ അവസാന ദിവസമെത്തി. എല്ലാവരും സന്തോഷത്തോടും വിഷമത്തോടും കൂടി പരസ്പരം വിട പറയുകയായിരുന്നു. നന്ദന പുറത്തേക്ക് നടക്കുമ്പോൾ അർജുൻ അവളുടെ അടുത്തേക്ക് വന്നു. ആദ്യം അവൻ അല്പം മടിച്ചു. പിന്നെ ധൈര്യം കണ്ടെത്തി പറഞ്ഞു, "നന്ദന, 4 വർഷം ഞാൻ നിന്നോട് പറയാൻ ധൈര്യം കിട്ടാത്ത ഒരു കാര്യമുണ്ട്." നന്ദന അതിശയത്തോടെ അവനെ നോക്കി. അർജുൻ പതുക്കെ പറഞ്ഞു, "നിന്റെ ചിരി എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സംഗീതമാണ്. ഞാൻ നിന്നെ വളരെ ഇഷ്ടപ്പെടുന്നു." ഒരു നിമിഷം നിശ്ശബ്ദത. പിന്നീട് നന്ദന ചിരിച്ചു. "അർജുൻ, ലൈബ്രറിയിൽ കിട്ടിയ ആ കുറിപ്പ്, അത് നീയാണെന്നെനിക്ക് അറിയാമായിരുന്നു." അവൻ അതിശയിച്ചു. നന്ദന വീണ്ടും പറഞ്ഞു, "നിന്റെ നിശ്ശബ്ദത പോലും എനിക്ക് സംസാരിക്കുന്ന പോലെ തോന്നിയിരുന്നു." ആ ദിവസം അവരുടെ പ്രണയം തുടങ്ങി. ഒരുപാട് വാക്കുകളില്ലാതെ, പക്ഷെ ഒരുപാട് മനസ്സുകൾ നിറഞ്ഞ്. കാരണം ചില പ്രണയങ്ങൾ വാക്കുകൾ കൊണ്ടല്ല, ഹൃദയത്തിന്റെ നിശ്ശബ്ദത കൊണ്ടാണ് പറയപ്പെടുന്നത്.